ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉപ്പും പുളിയും കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ക്രിസ്പി ആയിട്ടുള്ളൊരു ചക്ക വറുത്തത് ഉണ്ടാക്കാം. ഇതേപോലെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. അതിന് വേണ്ടി നല്ല മൂത്ത ചക്ക തന്നെ തിരഞ്ഞെടുക്കുക. ആ ചക്ക ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞെടുക്കണം. ഒരേ വലുപ്പത്തിൽ ഇതേപോലെ കനം കുറച്ച് അരിഞ്ഞെടുക്കുകയാണെങ്കിൽ ഒരേപോലെ ഫ്രൈ ആയിട്ട് കിട്ടും. അതിനുശേഷം അടുപ്പത്തേക്കൊരു ഉരുളി വെച്ച്, ഉരുളിയോ ചീനിച്ചട്ടിയോ എന്ത് വേണമെങ്കിലും വെച്ചതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണയാണെങ്കിൽ നല്ലതാണ്. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഇതേപോലെ ചക്ക അരിഞ്ഞെടുത്ത് ഇട്ട് കൊടുക്കുക. ഇട്ടതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഒരു തവിയും കൊണ്ട് ഇളക്കി കൊടുക്കണം. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഒരു 5 മിനിറ്റിന് ശേഷം ഇതേപോലെ ഒരു 1/4 ഭാഗം ഫ്രൈ ആയിട്ടുണ്ടാവും. വീണ്ടും ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഇടയ്ക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുകയാണെങ്കിൽ വേഗം മൂത്ത് കിട്ടുന്നതാണ്. ഒരു ഗോൾഡൻ കളറാവുമ്പോൾ ഇത് ഫ്രൈ ആയെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഞാൻ ഇപ്പോൾ ഉപ്പിടുന്നില്ല. എല്ലാം കോരി മാറ്റിയതിന് ശേഷമാണ് ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നത്. എല്ലാം കോരിയെടുക്കുക. ഇത് കണ്ടോ, ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ കിലുങ്ങാൻ തുടങ്ങും. കിലുങ്ങുന്ന ഒരു സൗണ്ട് കേൾക്കാൻ സാധിക്കും നമുക്ക്. ഇങ്ങനെ എല്ലാം കോരി മാറ്റിയതിന് ശേഷം ഇതേപോലെ 2 പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല കൂട്ടി ഇളക്കുക. ഇങ്ങനെ ഉപ്പിടുമ്പോഴും ആവശ്യത്തിന് ഉപ്പിൻ്റെ ടേസ്റ്റ് അതിലേക്ക് പിടിക്കുന്നതാണ്. ഉപ്പ് നന്നായിട്ട് പിടിക്കും. ഒത്തിരി ഇടാതെ ശ്രമിക്കണം. നമ്മൾ കറിക്കൊക്കെ ഇടുന്ന പോലെ ഒന്നിങ്ങനെ തൂവി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ചക്ക വറുത്തത് നല്ല ക്രിസ്പി ആയിട്ട് കണ്ടോ, പൊടിക്കുമ്പോൾ എല്ലാം തന്നെ ഇതേപോലെ ഒരേപോലെ പൊട്ടി കിട്ടുന്നുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ചക്ക വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ ഉണ്ടാക്കി നോക്കുക. നമുക്കിത് കുപ്പികളിൽ എടുത്ത് വെക്കുകയാണെങ്കിൽ ഒരിക്കലും അത് തണുത്തു പോകാതെ വെക്കാൻ സാധിക്കും. താങ്ക്